ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് അലോറയുടെ 3rd ബർത്ത്ഡേ ആണ്. അപ്പോൾ രാവിലെ എണീറ്റ ആൾ കുറേ ദിവസമായിട്ട് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണ് ആണെന്നൊക്കെ പറഞ്ഞിരുന്ന് അങ്ങനെ ബർത്ത്ഡേ ദിവസം എത്തി രാവിലെ എണീറ്റ് പുതിയ ഡ്രസ്സാക്കിയിട്ട് നമ്മൾ പള്ളിയിൽ പോവാണ് കേട്ടോ. അപ്പോൾ അടുത്തായതുകൊണ്ട് നടന്നു പോണേന് പള്ളിയിലപ്പോൾ അച്ഛൻ വിളിച്ചൊക്കെ ചൊല്ലി അത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് കുറച്ചൊരു 11-12 ആയപ്പോൾ നമ്മൾ ഒരു കേക്കൊക്കെ മേടിച്ച് അലോറയുടെ ഡേ കെയറിലേക്ക് പോയിട്ടാണ്. അപ്പോൾ അവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന് കരുതി ആളോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായി ഡേ കെയറിൽ പോവാം, അവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഇത് കണ്ട അവിടെ പോയിട്ട് കരച്ചിലായിരുന്നു. കാര്യം കുറേ 1 മാസത്തോളം അവൾ ഡേ കെയറിൽ പോകുന്നില്ല, ഇപ്പം വീട്ടിൽ തന്നെയാണ്. അപ്പോൾ അത് കാരണം പെട്ടെന്ന് ഞാൻ മാറി നിന്നപ്പോൾ അവരെന്നെ കയറ്റിയില്ല. അത് കാരണം ആൾക്ക് വിഷമം പോയി. എന്നിട്ട് പിന്നെ കേക്കൊക്കെ മുറിച്ച് ഞാൻ തിരിച്ച് കൊണ്ടുപോകുന്നു. അപ്പോൾ ആ വീഡിയോസാണ്. അപ്പോൾ അവിടുത്തെ ടീച്ചർ എനിക്ക് അയച്ചു തന്നതാണ് വീഡിയോസ്, ഫോട്ടോസൊക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ 3 പേരും കൂടി തന്നെ ഇവിടെ ഡെക്കറേഷൻ ചെയ്ത് ചെറിയ രീതിയിലാണ്. ലാസ്റ്റ് ഇയർ നമ്മൾ ഇവിടുത്തെ അലോറയുടെ എല്ലാ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് സെലിബ്രേറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ ഭയങ്കര ആൾ ത്രില്ലിലാണ്. അപ്പോൾ എല്ലാം ഇങ്ങനെ അത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓർഡർ ചെയ്തുകൊണ്ടിരിക്കും ആൾ. അപ്പോൾ എല്ലാം പുതിയ ഐറ്റംസ് മേടിച്ച് ലാസ്റ്റ് ഇയർ ഇട്ട ആ ബ്ലൂ കളർ കർട്ടൻ അത് അവിടെ തന്നെ ഇട്ടിട്ടും വൈറ്റും അങ്ങനെ എല്ലാം കൂടി ചെയ്ത് കുറച്ച് ബലൂൺ മാത്രം, കാരണം ലാസ്റ്റ് ഇയർ ഫുൾ നല്ല രീതിയിൽ ഡെക്കറേഷൻ ചെയ്തിട്ട് ബലൂണൊക്കെ ഫുള്ള് പൊട്ടിച്ചളഞ്ഞ്. ഇത് ഒരു സൈക്കിൾ അവളായിട്ട് തന്നെ ഓർഡർ ചെയ്യിപ്പിച്ചതാണ് ബർത്ത്ഡേക്ക്. അപ്പോൾ അത് പറഞ്ഞാൽ മേടിച്ച് കൊടുത്ത്. പിന്നെ അത് ഇടയ്ക്ക് ഓടിക്കും, ഇപ്പോൾ അങ്ങനെ ഓടിക്കാറൊന്നുമില്ല. അപ്പോൾ അത് കിട്ടിയപ്പോൾ തന്നെ ഭയങ്കര ഹാപ്പിയായിരുന്നു ആൾ. അപ്പോൾ ഇത് ഇങ്ങനെയൊക്കെയാണ് ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ. കുറച്ച് 5-6 ബലൂൺസും അങ്ങനെ ഹാപ്പി ബർത്ത്ഡേയും. ഇപ്പോൾ കേക്ക് വന്നിട്ട് ഇവിടെ അടുത്താണ് കേട്ടോ പറഞ്ഞത്. കാര്യം ഫോട്ടോ ചില്ലി പറയുന്ന അവിടെ ചിലപ്പോൾ ഡെലിവറി ഉണ്ടാവില്ല. അപ്പോൾ മഴയൊക്കെ ഉണ്ട് പോയി മേടിക്കാനും ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഞാനിവിടെ അടുത്തുള്ള ഒരു ഇത് തന്നെ പറഞ്ഞത്. നല്ല കേക്കായിരുന്നു. പിന്നെ അതേ രാത്രി ഞാൻ എൻ്റെ പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് അലോറൊക്കെ എടുത്തപ്പോൾ ഞാനും ഒരു പുതിയ ഡ്രസ്സൊക്കെ എടുത്ത്. അപ്പോൾ അതേ ചേച്ചിമാരെല്ലാവരും വന്ന് പിന്നെ പുറത്ത് ആ സൈക്കിളൊക്കെ ചവിട്ടി എല്ലാവരും കൂടി ഇങ്ങനെ നടന്നേച്ച് അപ്പോൾ അതേ അലോറക്ക് അങ്ങനെ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഡ്രസ്സ് കിട്ടി, പിന്നെ ബീൻ ബാഗ് കിട്ടി, അങ്ങനെ കുറച്ച് ഗിഫ്റ്റ് കിട്ടി. പിന്നെ അലോറയുടെ ബെസ്റ്റ് ഫ്രണ്ട് സെലു വന്നിട്ടും കുറേ സ്കെച്ചും അങ്ങനത്തെ ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. അപ്പോൾ അതേ അങ്ങനെ ഇട്ട പിന്നെ ഷിജോൻ്റെ ഫ്രണ്ട് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്ന് കൊടുത്തായിരുന്നു. അപ്പോൾ കുറച്ച് ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ ബിരിയാണി ആയിരുന്നു ഫുഡ്, നല്ല ബിരിയാണി ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവളുടെ ടോയ്സൊക്കെ വെച്ചാണ് ടേബിൾ ഇങ്ങനെ. പിന്നെ അതേ ഗിഫ്റ്റ് ഒറ്റയ്ക്ക് പൊട്ടിക്കാനായിട്ടുള്ള വാശിയൊക്കെ ആയിരുന്നു.
ഹലോ റേ പാട്ട് വെക്ക്. വണ്ടി മാറ്റി അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു ആ പരിപാടി. ചെറിയ രീതിയിലാണ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തത്. കേക്കൊക്കെ മുറിച്ച് എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ബിരിയാണി കഴിച്ച് പിന്നെ അവർ ഫുള്ള് ഡാൻസ് കളിയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ഇത്രയും വൈകി ഇത് പോസ്റ്റ് ചെയ്യാനായിട്ട് കാര്യം കുറച്ച് വർക്കിനൊക്കെ പോകുന്നുണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്യാനൊന്നും കറക്റ്റ് പറ്റുന്നില്ല. അത് കാരണം കുറേ വീഡിയോസ് ഇങ്ങനെ ഡിലീറ്റ് കിടപ്പുണ്ട്. മാക്സിമം ഞാൻ നോക്കാം എല്ലാം ഇങ്ങനെ പോസ്റ്റ് ചെയ്യാനായിട്ട്. പക്ഷേ പറ്റുന്നില്ല. വർക്ക് കഴിഞ്ഞിട്ട് പിന്നെ വോയിസ് ഓവർ കൊടുക്കാനും ഒന്നിനും ടൈം കിട്ടുന്നില്ല. അപ്പോൾ ഇത് നേരത്തെ എടുത്ത് വെച്ച വീഡിയോ ആണ്, എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ ആണിത്. അപ്പോൾ ഇപ്പോൾ ഇത്രയും ലേറ്റായി. എന്നാലും ഞാൻ പോസ്റ്റ് ചെയ്യാമെന്ന് കരുതി. ഇതൊക്കെ വലുതാകുമ്പോഴത്തേക്കും നമുക്ക് യൂട്യൂബിലൊക്കെ കാണാമല്ലോ. അന്ന് ഫ്യൂച്ചറിൽ യൂട്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഇരുന്ന് കാണാമല്ലോ എന്നോർത്താണ് ഇങ്ങനെ ഓരോന്ന് പോസ്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഇരുന്നിട്ട് എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിള്ളേർ കൂടുതലും നല്ല ഹാപ്പി ആയിരുന്നു. ഓരോ പാട്ടിന് ഡാൻസൊക്കെ കളിച്ചും അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവിടെ 3rd ബർത്ത്ഡേ സെലിബ്രേഷൻ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലെൻ പൊന്മകളേ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം.